തേജസ്സുണ്ട്. നിന്നിൽ പുറത്തു കൊണ്ടുവരാൻ ചില തേജസ്സുണ്ട്. നിന്നിൽ പ്രകടമായി ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ നിന്റെ ഭാവിയെ അടച്ചു കളഞ്ഞ നിന്റെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, ജാഗരിക്കാൻ സമ്മതിക്കാതെ അതിനെ ഒതുക്കി നിർത്തിയ ചില അർത്തമീസ് ദേവിയുടെ സകല അന്ധകാര ശക്തികളെയും, വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വേപ്പിച്ച കാൽവരി ക്രൂശിനുമേൽ ജയഘോഷം കൊണ്ട് ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ശൗലേ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്നെ ഞാൻ മറ്റൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തും. ഇതുവരെ പ്രവചിക്കാത്ത നിന്നെ കൊണ്ട് ഞാൻ പ്രവചിപ്പിക്കും. വിശ്വസിക്കുന്ന ഒരു കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ശൗൽ ഇതുവരെ ആത്മാവിൻ്റെ മേഖലകളെ കണ്ടിട്ടില്ല, അവൻ പ്രവചിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ആള് മാറിയവനെ പോലെ നീയാകും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആള് മാറിയവരെ പോലെ? ഈ കൺവെൻഷൻ സമാപന യോഗം കഴിയുമ്പോൾ ആള് മാറി. ഇന്നലെ വന്ന ആളല്ല, ഇന്നലത്തെ കൊച്ചുമോൻ പാസ്റ്റർ അല്ല, ഇന്നലത്തെ ദൈവദാസന്മാരല്ല, ഇന്നലത്തെ സഭകളല്ല, ഇന്നലത്തെ കൂട്ടായ്മകളല്ല, ഓരോ പവർ ജനറേറ്റിംഗ് ഹൗസാക്കി നമ്മുടെ സഭകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കണം ദൈവമക്കൾ, വിശ്വസിക്കണം. പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞതെന്നറിയാമോ? എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ, എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ എനിക്ക് സാരമില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ആമേൻ. കോൺഫറൻസ് റൂമിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു, വൈ യു ആർ എ പാസ്റ്റർ? എന്തിനാ നിങ്ങൾ പാസ്റ്ററായത്? മറുപടി കണ്ടുപിടിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. അടുത്ത മേഖലയാണ് ആള് മാറിയവരെ പോലെ. ചിന്താഗതികൾക്ക് മാറ്റം, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം, പ്രാർത്ഥനയുടെ മേഖലകൾക്ക് മാറ്റം, ആമേൻ ആമേൻ, ശുശ്രൂഷയുടെ മേഖലകൾക്ക് മാറ്റം, ഇടപെടലുകൾക്ക് മാറ്റം, ലീഡർഷിപ്പിൽ മാറ്റം, എല്ലായിടങ്ങളിലും മാറ്റം, സമൂലമായൊരു മാറ്റം. ആള് മാറിയവനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ അതങ്ങനെ സംഭവിക്കും. നിങ്ങളെ പ്രവാചകന്മാരായി ദൈവം എഴുന്നേൽപ്പിക്കാൻ ഒരു കൂട്ടത്തെ, ഒരു തലമുറയെ ദൈവം ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യോവേൽ പ്രവാചകൻ പ്രവചിച്ചൊരു പ്രവചനമുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. യോവേൽ പ്രവാചകൻ പറഞ്ഞതായിരിക്കുന്ന പ്രവചിച്ച പ്രവചനം പഴയ നിയമ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൃപായുഗത്തിൻ്റെ അവസാനം. പ്രൈസ് ദി ലോർഡ്. കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. ആ ആത്മാവിനെ മേടിച്ചുകൊണ്ട് വേണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 50 രൂപ മുടക്കിയെങ്കിൽ 50,000-ൻ്റെതല്ല, 5 ലക്ഷത്തിൻ്റെ അല്ല, 5 കോടിയുടെക്കാൾ വിലമതിക്കാത്ത വിലമതിക്കാൻ കഴിയാത്ത ഒരാത്മമേഖലകൾക്ക് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ എന്നെ കേൾക്കുന്ന വത്സല സഹോദരി സഹോദരന്മാർ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങളല്ലാതാക്കി വേറൊരു മേഖലയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യു വിൽ റിസീവ് അതോറിറ്റി when the Holy Spirit has come upon you. എത്ര വലിയ വാക്യല്ലേ, എത്ര വലിയ വാക്യ. തമ്പുരാൻ അറിയാം പവർ കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ലെന്ന്. സൂട്ടും കോട്ടും വിട്ടാലും ടൈ കെട്ടിയാലും പവർ കാണിച്ചാലും
തമ്പുരാന്റെ പവർ ഇറങ്ങത്തില്ല. നമുക്ക് വേണ്ടിയത് സ്പിരിച്വൽ അതോറിറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വേണ്ടിയത്? You will receive authority when the Holy Spirit has come upon you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പവർ അല്ല, ഒരു അതോറിറ്റിയാണ്. ആ അതോറിറ്റിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവമക്കൾ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ആ അതോറിറ്റിയുമായി ഞാൻ കടന്നു പോകുകയാ. അതോറിറ്റി ഓൺ വാട്ട്? എന്തിന്റെ മേലുള്ള അതോറിറ്റി? പാപത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, എന്റെ മേലുള്ളതായിരിക്കുന്ന ആമേൻ നെറ്റിപ്പട്ടത്തിൽ എഴുതിയിരിക്കുന്ന ലിഖിതങ്ങളുടെ മേൽ, എന്റെ തലവിധികളുടെ മേൽ എനിക്കൊരു അതോറിറ്റി. അത് പ്രാപിപ്പാൻ ഭാഗ്യം ലഭിച്ച ഒരു പറ്റം ജീവിതങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കണം ദൈവമക്കൾ. കർത്താവിന് സ്തോത്രം. വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് ആമേൻ പണ്ഡിത ശിരോമണികളെ കുറിച്ചല്ല, ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സംഭാവന ചെയ്ത പ്രമുഖരെ കുറിച്ചല്ല, ലോകം കെട്ടിപ്പടുക്കാൻ തൻ്റെ കാൽ കീഴാക്കാൻ യജ്ഞിച്ചിറങ്ങിയ മഹാരഥന്മാരെ കുറിച്ചല്ല. അവരാരും ഇന്ന് ജീവനോടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. 1936 മുതൽ 1946 10 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇറ്റലിയുടെ നേതാവായിരുന്ന മുസോളിനി ഇങ്ങനെ ചിന്തിച്ചു: ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ട് മുഴുവനും എൻ്റെ വരുതിക്കുള്ളിലാക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അച്ചപ്പട്ടത്തിന് പോയി നിരാശനായി മടങ്ങി വന്ന് USSRന്റെ പ്രസിഡന്റായി മാറിയ ജോസഫ് സ്റ്റാലിൻ ആമേൻ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് USSR മാത്രം പോരാ, ജർമ്മനിയും സമീപ പ്രദേശങ്ങളിലും എൻ്റെ കാലിന്റെ കീഴിലാക്കുമെന്ന് പറഞ്ഞ് അവനും ഇറങ്ങിത്തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹിറ്റ്ലർ മാറിയോ? ഹിറ്റ്ലർ പറഞ്ഞു ആമേൻ യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ഒന്ന് വംശം ഇനി ലോകത്തിൽ അവശേഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് 80 ലക്ഷം യഹൂദനെ ആമേൻ കൂട്ടക്കുരുതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ജർമ്മനി പോരാ USSRന്റെ പല ഭാഗങ്ങളിലും പിടിച്ചെടുക്കാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഹിറ്റ്ലർ ഇറങ്ങി. അപ്പോൾ തന്നെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു: എനിക്ക് ലോകം മുഴുവനും അസ്തമിക്കാത്ത ചക്രവാളങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സാമ്രാജ്യങ്ങളുടെ ഉടമസ്ഥനായി മാറണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞില്ല. മുസോളിനി എവിടെ? ഹിറ്റ്ലർ എവിടെ? ജോസഫ് സ്റ്റാലിൻ എവിടെ? വിൻസ്റ്റൺ ചർച്ചിൽ എവിടെ? എല്ലാവരും ഈ ഭൂമിയിൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കാതെ വിട്ടുമാറിപ്പോയി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്: യോഹന്നാനേ, നീ ഭയചകിതനായി പത്മോസിൽ മരണതുല്യമായി കിടക്കുന്നു എങ്കിൽ നീ ഭാരപ്പെടേണ്ട. ഇങ്ങോട്ട് നോക്ക്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, എന്റെ സഹോദരി, നിങ്ങൾ പാർക്കുന്ന പാർപ്പിടത്തിന്റെ സൗന്ദര്യമൊന്നും തമ്പുരാന് വരാൻ ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതക്കുറവല്ല കേട്ടോ. പണ്ടൊക്കെ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. പണ്ടൊക്കെ നമ്മുടെ ഭവനത്തിനകത്ത് മുകളിൽ എഴുതി വെച്ചിരുന്ന എന്താണെന്നറിയാമോ? യേശു ഈ വീടിൻ്റെ. ഇപ്പം കാണുന്നില്ല. ഇപ്പം ഞാൻ പല വീട്ടിൽ പോയോ എങ്ങും കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. പിന്നീട് എഴുതി വെച്ചു: Christ is the guest of this unseen guest of this house. Praise the Lord. പിന്നെ എഴുതി വെച്ച എന്താണെന്ന് അറിയാമോ? കർത്താവ് ഈ ഭവനത്തിന്റെ ഒരു ഗസ്റ്റ് ആണെന്ന്. ഇപ്പൊ കാലം മാറി. പുതുമക്കാരൊക്കെ പറയാ: എന്റെ വീട്ടിൽ വരാൻ നീ വരാൻ യോഗ്യനല്ല, എന്റെ പുരയ്ക്കകത്ത് വരാൻ. പാട്ടില്ലേ? ഉണ്ടോ? ഏതോ ഒരു ജാതീയ ശതാധിപൻ
തമ്പുരാനോട് പറഞ്ഞത് ഇപ്പൊ വിശ്വാസികളെല്ലാം പാട്ടാക്കി പാടിക്കൊണ്ടിരിക്കുക. എന്താ? തമ്പുരാനെ, എന്റെ പുരയ്ക്കകത്ത് വരാൻ നീ ഒരിക്കലും ഇടയാക്കല്ലേ. നോക്കണേ, കർത്താവ് ഇപ്പൊ എവിടെ പോയാ? നോക്കണേ, എത്ര അർത്ഥവത്തായിരിക്കുന്ന ഒരു കാര്യം. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട്, ഇത് ജാതികളോട് പറയുന്നൊരു കാര്യമല്ല, ഇത് സഭയോട് പറയുന്നൊരു ദൂതാണ്. സഭയോട് പറയുന്ന ദൂത. ഇന്ന് രാത്രി ആമേൻ, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മമേഖലകൾ ആരംഭിച്ചത് ചാണകം മെഴുകി അതിൻ്റെ മുകളിൽ പുൽപ്പായിട്ട് മുഴങ്കാലിന്മേൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കന്മാരുള്ള ഒരു ഭവനത്തിലാണ് എൻ്റെ ആത്മീയത ആരംഭിക്കുന്നതെങ്കിൽ എൻ്റെ കുഞ്ഞ്, നിന്റെ ഭവനം ചോർന്നൊലിക്കുന്നതോ, നിന്റെ ഭവനം ആമേൻ ഷീറ്റിട്ടതോ, നിന്റെ ഭവനം ആമേൻ ഒരു ഭംഗി ഇല്ലാത്തതോ ആകുന്നു എങ്കിൽ നീ വെടിപ്പുള്ളൊരു മനുഷ്യനായി മുഴങ്കാലും അടക്കാൻ ഒരിടം നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ അത് ദൈവം അതിനെ വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിക്കുന്നു. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കേ. കർത്താവിന് സ്തോത്രം. നമ്മുടെ തലവിധികളെ മാറ്റാനുള്ള ഒരു അതോറിറ്റി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ വിചാരിക്കുന്നു നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളൊക്കെ വിചാരിക്കുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഉരുക്ക് മനുഷ്യൻ. ഉരുക്ക്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ആരാണ്? ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൈസ് ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് കോടികൾ മുടക്കി ഒരു ഉരുക്ക് പ്രതിഭയുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഉരുക്കിന് വില കൂടുതലായതുകൊണ്ട് സിമെന്റിൽ അങ്ങ് ഒതുക്കി പോട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പോൾ എല്ലാ മനുഷ്യരും ചെന്ന് ഉരുക്കിനോട് ചോദിച്ചു, ഉരുക്ക്, നീയാണ് ഈ ലോകത്തിലെ വലിയ ശക്തിമാൻ. ഉരുക്ക് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റി, ഞാനല്ല ശക്തിമാൻ. തീക്കകത്ത് എന്നെ ഇടുമ്പോൾ ഞാനത് ഉരുകും. അപ്പോൾ എന്നേക്കാൾ ശക്തിമാൻ ആരാണ്? ആരാ? പറഞ്ഞേ ഒന്ന് പ്രതികരിച്ച ദൈവമക്കൾ. എന്നേക്കാൾ ശക്തിമാൻ തീയാണ്. അപ്പോൾ തീയിടക്കിൽ കടന്നു എന്ന് പറഞ്ഞു, നീയാണല്ലേ ഒരു ശക്തിമാൻ. അപ്പോൾ തീ പറഞ്ഞു, അല്ല, വെള്ളം എൻ്റെ മേ വീണാൽ ഞാൻ കെട്ടുപോകും. വെള്ളമാ ശക്തിമാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ വെള്ളം പറഞ്ഞു, വെള്ളത്തോട് ഞാൻ ചോദിച്ചു, വെള്ളമേ, നീയാണോ ശക്തിമാൻ? വെള്ളം പറഞ്ഞു, അല്ലല്ല, ഒരു മഴ പോലെ ഞാൻ പെയ്യുമ്പോൾ എന്നെ ദൂരേക്ക് ചാടിച്ചു വിടുന്ന കാറ്റാണ് ശക്തിമാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാറ്റിൻ്റെ അടുക്കൽ ചെന്ന് മനുഷ്യനോട് ചോദിച്ചു, കാറ്റ്, നീയാണോ ശക്തിമാൻ എന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ കാറ്റ് പറഞ്ഞു, അല്ല, എന്നെ തടയുന്ന പർവ്വതനിരകളുണ്ട്. ആ പർവ്വതനിരകളാ ശക്തിമാൻ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്യണേ ദൈവമക്കൾ. അപ്പോൾ പർവ്വതനിരകളോട് ചോദിച്ചു, പർവ്വതനിരകളെ, നിങ്ങളാണോ ശക്തിമാൻ? അപ്പോൾ പർവ്വതനിരകൾ പറഞ്ഞു, അല്ലല്ല, ഒരിക്കൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എർത്ത് മൂവിങ് എക്വിപ്മെന്റും കൊണ്ടുവന്ന് ഇറ്റാച്ചിയും കൊണ്ടൊക്കെ ഇളക്കിക്കൊണ്ടു പോകാൻ മനുഷ്യൻ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിവില്ല. മനുഷ്യനാണ് ശക്തിമാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യന്റെ അടുക്കൽ കടന്നു ചെന്ന് ചോദിച്ചു, മനുഷ്യ, നീയാണോ ശക്തിമാൻ? മനുഷ്യൻ പറഞ്ഞു, ഞാനല്ല ശക്തിമാൻ. എൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. എൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. 39-ാം സങ്കീർത്തനത്തിൽ എൻ്റെ ആയുസ് 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഞാൻ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. ആമേൻ. എൻ്റെ ആയുസ് കുറവാ. ഞാൻ ശക്തിമാനല്ല, മരണമാണ് ശക്തിമാൻ. അപ്പോൾ മരണത്തിനടുക്കൽ കടന്നു, മരണമേ, നീയാണോ ശക്തിമാൻ? ആര് പറഞ്ഞു ഞാനാ ശക്തിമാൻ എന്ന്? ഞാൻ ഒരു കാലത്ത് ഇങ്ങനെ വീമ്പിളക്കി നടന്നു. കാലനായിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ട് ഓരോന്നിനെയും കൊണ്ട് വലിച്ചു കൊണ്ടുപോകാൻ ഞാൻ ശക്തിമാനാണ്, ഭയപ്പെടുത്തുന്ന ശക്തിമാനാണ്. പക്ഷേ എന്നെ ജയിച്ച ഒരുത്തനുണ്ട്. കാൽവറിയിൽ എന്നെ ജയിച്ച ഒരുവനുണ്ട്.
കാൽവറിയിൽ എന്നെ ജയിച്ച ഒരുവനുണ്ട്, മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവനാണ് ശക്തിമാൻ. എല്ലാവരും കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ശക്തിമാനാണ് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതെങ്കിൽ ഉരുക്കിനേക്കാൾ, തീയേക്കാൾ, ആമേൻ, വെള്ളത്തേക്കാൾ, മഴയേക്കാൾ, ആമേൻ, കാറ്റിനേക്കാൾ, പർവ്വതങ്ങളേക്കാൾ, മരണത്തേക്കാൾ, മനുഷ്യനേക്കാൾ ശക്തിയുള്ള ഒരുത്തൻ. ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, അവനെ തേടി നിങ്ങൾ മല കയറണ്ട, നിങ്ങൾ വിശുദ്ധ ഭൂമി സന്ദർശിക്കണ്ട, നിങ്ങളൊരു പുണ്യഭൂമി പോകണ്ട. നിങ്ങൾ മുഴങ്കാലും അടക്കുന്നിടം സ്വർഗത്തിലെ ദൈവം പറയുന്നു അത് വിശുദ്ധ സ്ഥലമാണ്. അപ്പോൾ വിശുദ്ധ സ്ഥലമായി മാറിയപ്പോൾ കർത്താവിന് സ്തോത്രം, നമ്മുടെ മുഴങ്കാലിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒന്നാണ് അതോറിറ്റി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരുമ്പോൾ അവൻ ശക്തി ലഭിക്കും. ഇന്ന് രാത്രി ആ അതോറിറ്റി പ്രാപിച്ച ദൈവമക്കൾ, പൂർണ്ണമായിട്ടും പ്രാപിച്ച ദൈവമക്കൾ കൈ ഉയർത്തണ്ട. ഇനിയും അത് പൂർണ്ണമായും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കയറ്റി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എനിക്ക് അതോറിറ്റി ഇന്ന് രാത്രി വേണം. ഞാൻ ആ അതോറിറ്റിയും കൊണ്ട് ഇന്ന് ഈ രാത്രികാലം പോകൂ. നമ്മൾ പൈസ കൊടുത്ത് ചെലവെത്ര ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എല്ലാത്തിനും ചെലവാ. കർത്താവിന് സ്തോത്രം. ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് ഞാൻ കരുതിയത് ഈ മത്തി എന്ന് പറയുന്നൊരു സാധനം. ഞങ്ങൾക്കൊക്കെ അവിടെ ഈ ഫ്രഷ് മത്തി കിട്ടാത്തത് കൊണ്ട് ഇവിടെ വരുമ്പോൾ മത്തി മേടിക്കും. എൻ്റെ ചെറുപ്പത്തിൽ 4 രൂപ കൊടുത്താൽ 50-60 മത്തി കിട്ടുമായിരുന്നു. ഇന്ന് 1 കിലോ മത്തിക്ക് 250 രൂപയാണ്. കാലം പോയ പോക്കെ എല്ലാത്തിനും വില കൂടുതലാണ്. ഓരോ ബൾബിനും ഫാനിനും എണ്ണം പറഞ്ഞത് കൊണ്ടിട്ടവൻ വില വേശും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി അതിനെ വെല്ലുന്ന ചിലതും പേടിച്ചു വേണം പോകാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദ് രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ചെലവ് ചെയ്യാതെ ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. ആമേൻ. അടക്കാൻ ഒരു ശവകുടീരം മേടിക്കാനാണെങ്കിലും ഞാൻ വില തരാതെ എനിക്ക് ഫ്രീ ആയിട്ട് ആർക്കും വേണ്ട. ഇന്ന് രാത്രി നിങ്ങളത് ഫ്രീ ആയിട്ടൊന്നും ദൈവം തമ്പുരാൻ തരത്തില്ല. നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ഭൂമിയെ കൈവശമാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി ഇടയാക്കുന്ന ഒരു രാത്രിയാണെന്ന് ദൈവജനം വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതം ഇവിടെ സംഭവിക്കും. വിശ്വസിക്കണം. ഞാൻ നമ്മുടെ സെമിനാറിൽ പറഞ്ഞതുപോലെ നമുക്ക് ദാനിയേലിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ എന്നിൽ കൂടെ ദാനിയേൽ പുറത്തു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? എനിക്ക് ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കാം. എന്നിലൊരു ദാവീദിന് ഉത്ഭവം കുടിക്കാൻ, ഒരു ജന്മം കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. പക്ഷേ ഈ ഭക്തന്മാരെ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട പട്ടിക എഴുതി വെച്ചിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ രാജ്യം, അവരുടെ കയ്യിലൊന്നുമില്ല. അതിനെക്കാട്ടിലൊക്കെ നമ്മുടെ കയ്യിൽ വല്ലതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെക്കാട്ടിലൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരാ. അങ്ങനെയാണെങ്കിൽ അവർ പ്രാപിച്ചതിൻ്റെ ഇരട്ടി പ്രാപിപ്പാൻ സാധ്യതയുള്ള ദൈവമക്കളെയാണ് ഇന്ന് രാത്രി ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ചിലരുടെയൊക്കെ ധാരണയെന്ന് പറഞ്ഞാൽ പാട്ടിൻ്റെ അവസാനം 2 അന്യഭാഷ പറയുന്നതാണ് ആത്മാവിൻ്റെ നിറവെന്ന്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ അന്യഭാഷ പറയുന്നത് നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളൊരു തെളിവേ അല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനം ശുശ്രൂഷിക്കുന്ന ഞാൻ നന്നായിട്ട് വചനം ശുശ്രൂഷിക്കുന്നു എന്ന കാരണത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടെന്ന് ഞാൻ സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ഒരുവനിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ് അവനിൽ ദൈവാത്മാവ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. എനിക്ക് ആത്മാവിൻ്റെ ഒരു ഫലവും പുറപ്പെടുവിക്കാതെ സ്റ്റേജെ ഞാൻ ഇളക്കി മറിക്കും. അറുത്ത കൈ കുപ്പ് കേൾക്കാത്തവനാ ഞാനെങ്കിൽ എന്തോ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നേ. ഞാൻ സ്റ്റേജ് ഇളക്കിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ഭാര്യയുടെ കർണക്കുട്ടി കടിക്കുന്നവനാണെങ്കിൽ ഏതാത്മാവിലാണ് ഞാൻ ജീവിക്കുന്നത്? ഞാൻ സ്റ്റേജ് ഇളക്കിച്ച് അയൽവക്കക്കാരുമായി വഴക്കുണ്ടാക്കുന്ന പ്രകൃതമാണെങ്കിൽ ഏതാത്മാ? നിന്നിൽ നിന്നും ഫലം പുറപ്പെടുവിക്കുന്നതാണ് ആത്മാവ്. നിന്നിൽ ഉണ്ടെന്നതിന്റെ പ്രത്യക്ഷമായ തെളിവ്. സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കരങ്ങൾ അടിച്ച് ഇതിനെ സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് നാം അറിയാതെ ദൈവാത്മാവിൻ്റെ ചലനം ഇങ്ങോട്ട് പ്രവേശിക്കുക. ഇന്ന് രാത്രി നമ്മൾ സ്വീകരിച്ചെടുത്തോണം. ഇതാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എന്നൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രവേശിക്കും. കാരണം എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറപ്പെടുമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ അക്ഷരികമായി തെറ്റില്ല. ഇത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഈ കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങളും ഊടുവഴികളും ഒക്കെ കയറി ഇറങ്ങി ഭയപ്പെട്ട്, സർക്കാരിനെയൊക്കെ ഭയപ്പെട്ട്, റോമൻ ഗവൺമെന്റിനെയൊക്കെ ഭയപ്പെട്ട് പൗലോസ് എഫെസോസ് പട്ടണത്തിലെത്തി. 18-ാമത്തെ അധ്യായത്തിൽ പൗലോസിന്റെ ശിഷ്യയായിരുന്ന അവരാൽ സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് എഫെസോസ് സഭ. അവിടെ 12 പേരുണ്ട്. 12 പേരും ആരായിരുന്നു? സാധാരണക്കാരല്ല, ലേമാനല്ല, അവർ ശിഷ്യന്മാരാ. 12 പേരും ശിഷ്യന്മാർ. അതിൻ്റെ 1-ാമത്തെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാം. അവിടെ ആമേൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട്? ചിലപ്പോൾ നമ്മൾ പറയുന്നവരൊക്കെ 2 അന്യഭാഷയൊക്കെ പറയുന്നവരായിരിക്കാം. പക്ഷേ പൗലോസ് കണ്ടത് നിന്നിൽ ആത്മാവില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായോ? വല്ലോ മനസ്സിലായോ നമുക്കൊക്കെ? പൗലോസ് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നീ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചോ? ശിഷ്യന്മാരാ ഇങ്ങനെ പറയുന്നു. അത് എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. അത് ഇതുവരെയായിട്ട് വിശ്വസിച്ചിട്ട് ഇതുവരെ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. എഫെസോസിലുള്ളതായിരിക്കുന്ന ഈ 12 ശിഷ്യന്മാർ ഏറെക്കാലമായി അവിടെ കുത്തിയിരിപ്പ് തൊഴിലാളികളെ പോലെ വരുന്നു, സങ്കീർത്തനം വായിക്കുന്നു, പ്രബോധനം പറയുന്നു, സാക്ഷ്യം പറയുന്നു, ദൂത് അറിയിക്കുന്നു, ദാവീദ് പോകുന്നു, ഏലിയാവിന്റെ കാക്ക വരുന്നു, ദാനിയേലിന്റെ സിംഹക്കുട്ടിയിലേക്ക് എഴുതുന്നു, ദൈവം വിടുവിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? നമ്മുടെ സഭയ്ക്ക് മാറ്റം വരിക. നമ്മുടെ ഓരോ സഭകൾക്ക് മാറ്റം വരിക. നമ്മുടെ സഭകൾക്ക് മാറ്റം വരിക. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഹല്ലേലൂയ, ആമേൻ, ശദ്രക്ക്, മേശക്ക്, അബേദ്, ആമേൻ, ഈ 3 എബ്രായ ബാലന്മാരെ ആമേൻ തീക്കുണ്ടത്തിലേക്ക് ഇട്ടപ്പോൾ എല്ലാവരും പ്രസംഗം കേട്ടിട്ടുണ്ട്. 4-ാമനായി കർത്താവ് ഇറങ്ങിയെന്ന്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും അവൻ 4-ാമനായിട്ടല്ല, അവൻ 1-ാമനായി ഇറങ്ങി. ഒന്ന് പറഞ്ഞേ, എന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് 4-ാമനായിട്ടല്ല എന്റെ കർത്താവ് വരുന്നത്, അവൻ 1-ാമനായി വരുന്നു. ഹല്ലേലൂയ. ഇതാ യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. എന്റെ തമ്പുരാൻ എന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്കല്ല, എന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പേ. കുഞ്ഞെ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന നിന്റെ വേദനകളുടെ മുമ്പിൽ നിന്റെ പുറകെ നിൽക്കുന്നൊരു ദൈവമല്ല, നിന്റെ മധ്യത്തിൽ വരുന്നൊരു ദൈവമല്ല, നിന്നെ നടത്താൻ ശേഷിയുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. മുമ്പേ പറഞ്ഞല്ലോ, യോഹന്നാനെ നീ ഭയചകിതനാകണ്ട, നീ ഭ്രമിക്കണ്ട. 96 വയസ്സായിരിക്കുന്ന നിനക്ക് ശാരീരികമായ ക്ഷീണങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിനക്ക് ഇനി ദൗത്യമുണ്ട്. നീ ലേഖനം എഴുതി അയക്കണം, 7 സഭകൾക്ക് ദൂതറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. എവിടെ കിടക്കുക യോഹന്നാൻ? എവിടെ കിടക്കുക? ഈ യോഹന്നാന് മുമ്പ്
നാട് കടത്തപ്പെട്ട മനുഷ്യരുടെ ശവശരീരങ്ങളുടെയും അസ്ഥികൂടങ്ങളുടെയും ആമേൻ ഹല്ലേലൂയ പഴുത്തു നാറിയ ജഡങ്ങളുടെയും നടുവിൽ കിടക്കുമ്പോൾ ആമേൻ യോഹന്നാനോട് ദൈവം പറയുക, ആമേൻ ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ ജീവനോടെ ഇരിക്കുന്നു. നിന്റെ പ്രശ്നങ്ങളുടെ വ്യാപ്തി, നിന്റെ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ, നിന്റെ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങൾ ഇന്ന് ഈ രാത്രി തമ്പുരാന് വിഷയമല്ല. നീ താർത്തി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ അകത്തളത്തിൽ ഇറങ്ങി വന്ന് നിന്റെ സകല വിഷയത്തിന് മേൽ ഒന്നാമനായി അവൻ ഇറങ്ങി വരുന്നു. സ്തോത്രം ചെയ്തോട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പോരാ പോരാ, ഇതൊന്നും പോരാ. ഇങ്ങനെ ഒന്നാമനായി കർത്താവ് നമുക്ക് മുമ്പായി ഇറങ്ങണമെങ്കിൽ 3 പേരേ ഉള്ളൂ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും 3 പേരേ ഉള്ളൂ. പക്ഷേ ഒരു ഒറ്റക്കെട്ട ഒറ്റ അഭിപ്രായമാണ്. അല്ലാതെ തീക്കകത്തേക്ക് ഇടാൻ വന്നപ്പോൾ ശദ്രക്ക നിന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരുത്തൻ പിന്മാറിയിട്ടില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ചൊന്ന് പരാമർശിച്ച് ഞാനൊന്ന് പോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സംഭവിച്ച ഏറ്റവും ക്രൂരമായ സംഭവം എന്തെന്നറിയാവുന്ന ജനത്തിന് നടുവിൽ നിന്നും ഒന്നാദ്യം സംഭവിച്ചത് അവർ തമ്മിലുള്ളതായിരിക്കുന്ന ഐക്യതയില്ലായ്മ ആദ്യം സംഭവിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 or 6 പ്രാവശ്യം സംഭവിച്ചു ഐക്യതയില്ലായ്മ. എവിടെ ഐക്യതയില്ലായ്മ ഇല്ലയോ ഉണ്ടോ, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒന്നും കഴിയത്തില്ല. ഈ 12 ശിഷ്യന്മാരിൽ ഒരുത്തനങ്ങ് പോയെന്നിരിക്കട്ടെ, 11 പേരിലും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞങ്ങളിൽ ആരാ വലിയവൻ, ഞങ്ങളെ ആരാ ഏൽപ്പിക്കുന്നേ, ഞങ്ങളെ ആർക്കാ അധ്യക്ഷ സ്ഥാനം. ഒരുത്തൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ അവൻ അകലം വിട്ടങ്ങ് പിൻവലിയ തീ കായുന്നവരുടെ കൂട്ടത്തിലിരുന്നു. മറ്റേ ചില യുവമാരെ ഒന്നും കാണുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ they were in one accord. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ പ്രൈസ് അല്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഈ വനം പ്രദേശത്ത്, ഞങ്ങളുടെ കുറച്ച് അങ്ങോട്ട് മാറി വനമാണ്. അവിടുന്ന് ഈ സഹോദരിമാരൊക്കെ ഈ വിറകുകളും ഈ കിഴങ്ങിനൊക്കെ കുത്താൻ പറ്റുന്ന കൊമ്പുകളൊക്കെ വെട്ടിക്കൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് ഇങ്ങനെ വരുന്നറിയാമോ, കമ്പുകളെല്ലാം കൂടെ ഒരു 70 കമ്പുകളെല്ലാം കൂടെ നിരത്തി ഒരു കയറയിലോട്ട് നിരത്തി വെക്കും. നിരത്തി വെച്ചിട്ട് ഈ അറ്റവും മറ്റേ അറ്റവും തമ്മിൽ വലിച്ചങ്ങോട്ട് മുറുക്കും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. വലിച്ചെന്തോ മുറുക്കും. വലിക്കുമ്പോൾ അങ്ങോട്ട് വളവല്ല ഉള്ളവൻ ഇങ്ങോട്ട് നേരെ വരും, ഇങ്ങോട്ട് വളവുള്ളവൻ അങ്ങോട്ട് നേരെ വരും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പല പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഈ കൂന ഒരു കെട്ട് കെട്ടി, 4-5 കെട്ട്. ആദ്യം അവിടെ കെട്ടി, രണ്ടാമത് ഈ അറ്റത്ത് കെട്ടി, ആമേൻ, മൂന്നാമത് നടുക്കൊരു കെട്ട് കെട്ടി, ആമേൻ, നാലാമത് അവിടെ ഒരു കെട്ട് കെട്ടി, ഈ 4 കെട്ട് കെട്ടി. അപ്പോ സാധനം ചുരുങ്ങി, വെയിറ്റ് കുറഞ്ഞില്ല, സാധനം ചുരുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരിയുടെ തോമൻ തലയിൽ വെക്കാൻ പരുവത്തിന് ഒതുക്കപ്പെട്ട കെട്ടുകളായി മാറിയതുപോലെ ദൈവജനം ഈ കാലഘട്ടത്തിൽ ചില വളവന്മാരും തിരിവന്മാരും തിരുട്ടുകുട്ടിയുള്ളവനും ആമേൻ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന കെട്ടുകൊണ്ട് ഒന്ന് മുറുക്കി കഴിയുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ചില വളവുകളും വരും. ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞേ? ഹല്ലേലൂയ. നിന്റെ സഭയുടെ ആമേൻ വിജയമാണ് നിന്റെ വിജയം, നിന്റെ ദൈവദാസന്റെ വിടുതലാണ് നിന്റെ വിടുതൽ. അങ്ങനെയാണെങ്കിൽ ആമേൻ they were in one accord. ആമേൻ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പത്രോസ് വചനം ശുശ്രൂഷിച്ചു. 3000 എണ്ണം സ്നാനത്തിലേക്ക് ഇറങ്ങി. നോക്കണേ,
പ്രൈസ് ദി ലോർഡ്. ഈ ശിഷ്യഗണങ്ങളെല്ലാം കൂടി എഫെസോസ് സഭയിൽ ഇരിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. നോക്കുകുത്തികളാണ്. ചില അച്ചായന്മാരുണ്ട്, ഓരോ സഭയിൽ CCTV. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കുറേ അച്ചായന്മാരും അമ്മാമ്മമാരും. അവളെന്താ ഉടുത്തോണ്ട് വന്നത്, അവളെന്താ ഇട്ടത്. ഇന്ന് ഭാഷയുടെ ഭാര്യയുടെ സാരി അത്രയൊന്നും ചേർച്ചയില്ലായിരുന്നു. ആ ബോർഡർ വേണം. ഈ CCTV പരിപാടിയൊക്കെ നീ അങ്ങ് കട്ട് ഓഫ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവസഭയിൽ തമ്പുരാൻ കൊണ്ടുവന്നിരുത്ത CCTV ആകാനല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. എഫെസോസ് സഭയിൽ ഇതുപോലെ നോക്കുകുത്തികളായി ആമേൻ മറ്റുള്ള കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഇവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഇവരെ ഇങ്ങനെ ആത്മീകമായ ഉന്നമനത്തിന് വിരോധമായി നിന്ന ഇവിടത്തെയൊക്കെ ദൈവങ്ങൾക്കൊക്കെ ശക്തി കുറവാ. ഇതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള അർത്തമീസ് ദേവിയുടെ ഏറ്റവും വലിയതായിരിക്കുന്ന ഒന്ന് എഫെസോസ് പട്ടണത്തിന്റെ മുകളിൽ ഇങ്ങനെ സ്ഥാനം പിടിച്ചിരിക്കുക. ഇത് എത്രത്തോളം ഈ സഭയെ സ്വാധീനിച്ചു നിങ്ങൾക്കറിയാമോ? ഇതിന് വിരോധമായി എഴുന്നേൽക്കുന്ന മാന്ത്രിക ചരടുകൾ, മാന്ത്രിക ദണ്ഡുകൾ, മാന്ത്രത്തിന്റെ ഇടപാടുകൾ, ആമേൻ, ഇതെല്ലാം ഈ സഭയെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇറങ്ങി വന്നപ്പോൾ ആമേൻ, അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓരോ പവർ ഹൗസുകളായി മാറ്റപ്പെട്ടു. മുടിക്കാനും തകർക്കാനും കൊല്ലാനും അറുപ്പാനും നശിപ്പിക്കാനും ഇറങ്ങി വരുന്ന ദുഷ്ടശക്തിയോട് പൊരുതി ജയിക്കാൻ ഒരു ആരോഗ്യം നിനക്കില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, 50,000 വെള്ളിക്കാശിന് വിലയുള്ള പുസ്തകങ്ങളെ ആ കാലഘട്ടത്തിൽ 50,000 വിലപിടിപ്പുള്ള മാന്ത്രിക പുസ്തകങ്ങളെ ആമേൻ അഭിഷിക്തന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് ചുട്ടുകരിച്ചു. മതിയോ? യഹൂദന്മാരായിരിക്കുന്ന ആമേൻ ഒരു പുരോഹിതന്റെ 7 മക്കൾ ദുരാത്മാവ് ബാധിച്ചവരായി സഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ വേറെ ഒരു ദുരാത്മാവിനെ കൊണ്ട് അവരെ നഗ്നരാക്കി പുറത്തു ചാടിച്ചു. വായിച്ചിട്ടുണ്ട് ദൈവമക്കൾ? നമ്മളെന്തിനാ കഠിന പ്രയത്നം ചെയ്യുന്നേ? നമ്മളെന്തിനാ നമ്മുടെ പവർ ഉപയോഗിക്കുന്നേ? നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിക്കണ്ട. ദൈവത്തിന്റെ ആത്മാവിനറിയാം എന്തിനൊക്കെ ഇത് തോട്ടിക്കളയണമെന്ന്. നിന്റെ ഭവനത്തിന് നേരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ ഊരാഭാരാക 12 സംവത്സരമായി രക്തസ്രവമുള്ളതായിരിക്കുന്ന ഒരു സഹോദരി ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചു, ചെലവഴിച്ചിട്ടും സൗഖ്യം വരാതെ ഇരുന്നപ്പോൾ ഒരിക്കൽ അവൾ ഇങ്ങനെ തീരുമാനിച്ചു, എന്റെ ദൈവത്തിന്റെ കരത്തിൽ വീഴുന്നതാ എനിക്ക് അത്യുത്തമം, എനിക്കതിന് കഴിയത്തില്ല. ന്യായപ്രമാണ പ്രകാരം എന്നെ തൊട്ടാലും ഞാൻ തൊട്ടാലും അവൻ അശുദ്ധനായി മാറും. വേണ്ട, അവന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആരായി സ്ത്രീ? സഹോദരിമാരെ, 1 കൊല്ലം നിങ്ങൾ ബ്ലീഡിങ് ആയാൽ നിങ്ങളുടെ ശരീരസ്ഥിതി എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയേ. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിനാ 2 ആഴ്ച ബ്ലീഡിങ് നടത്തിയ ഈ സഹോദരിമാർക്കൊക്കെ ബ്ലഡ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മരിച്ചു പോകും. 12 സംവത്സരമായി ബ്ലീഡിങ്, രക്തസ്രവമുള്ളതായിരിക്കുന്ന ഈ സഹോദരിക്ക് എഴുന്നേറ്റ് നടക്കാൻ ത്രാണിയില്ല, ബലമില്ല, ബലഹീനയാ. പ്രൈസ് ദി ലോർഡ്. പുരുഷാര നിമിത്തം അകത്തു പ്രവേശിക്കാൻ നിവൃത്തിയില്ലാത്ത ബലഹീനയായവൾ ഉള്ള ബലമെടുത്ത് കർത്താവിൻ്റെ അടുക്കൽ വരിക. ഇന്നീ പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു? നിന്റെ ഉള്ള ബലമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ.
നീ വലിയ പ്രവാചകയോ പ്രവാചകന്മാരോ ഒന്നും ആയില്ലെങ്കിലും നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും, ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ആമേൻ, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും എൻ്റെ വചനം നീ പ്രമാണിച്ചത് നിമിത്തമായിട്ട് എനിക്ക് നിന്നെ ചിലത് മാനിക്കാനുണ്ട്. എൻ്റെ കുഞ്ഞെ, ആമേൻ, എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ, ഇവിടേക്ക് യൗവനക്കാരികളായ കുഞ്ഞുങ്ങളെ, ഇവിടേക്ക് യൗവനക്കാരിയായ ശക്തിയുള്ള, ആമേൻ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ബലഹീനെന്ന് പറയരുത്. പ്രവാചകൻ പറഞ്ഞു, ആമേൻ, യു ആർ നോ മോർ വീക്ക്, യു ആർ നോ മോർ poor. അന്യ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആർക്കെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അന്യ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. നിങ്ങൾ വെളിപ്പെടാനുള്ള, നിങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരാത്മ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ പുറത്തു വരണം. ഇന്ന് രാത്രി ഒരത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആമേൻ, ഇതുവരെ സംഭവിക്കാത്ത ഒന്ന്, ആമേൻ, ഇന്ന് വരെ സംഭവിക്കാത്ത ഒന്ന്. നിന്റെ സഭയ്ക്കകത്തേക്ക്, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയ്ക്കകത്തേക്ക് ഒരാത്മമേഖല നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ, ആമേൻ, ഒരു വിളക്കിന്റെ അരികിലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഓരോ പ്രാണികൾ അടുത്തു വരുന്നത് പോലെ, ആമേൻ, അനേക ജീവിതങ്ങൾ ദേശത്തു നിന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളുടെ അരികിലേക്ക് നിങ്ങൾ ക്ഷണിക്കാതെ വരുത്താൻ ദൈവത്തിന് കഴിയും. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് ആളുകളെ കൊണ്ടുവരുമെന്ന്. ഇന്ന് രാത്രി വിശ്വസിച്ചു പറ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടത് നിന്റെ പഞ്ഞം പരത്തിലല്ല വേണ്ടിയത്. എന്റെ സഭ ചെറുതാ, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, പായില്ല. കുഞ്ഞെ, നീ പ്രാർത്ഥിക്ക്. ദൈവം ചില ലിങ്കുകളെ നിനക്ക് ദൈവം തമ്പുരാൻ ഒരുക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ലിങ്കുകളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കും. നിന്റെ പഞ്ഞം പറത്തിൽ മാറ്റ. ഏലിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കെരീത്തുത്തോട്ടിലെ വെള്ളം താണുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ അടിയന്തരമായ ഒരു ഉപവാസ പ്രാർത്ഥന വെക്കും. ദേശത്ത് വെള്ളം കിട്ടാൻ വേറെ മാർഗമില്ല, ഉള്ള വെള്ളമാണ് താണുകൊണ്ടിരിക്കുന്നത്. ഏലിയാവ് കൂളായിട്ട് പറയുകയാണ്, കർത്താവിന് സ്തോത്രം, ഈ കെരീത്തിന്റെ ലിങ്ക് എനിക്ക് ദൈവം അയച്ചു തന്നതാണെങ്കിൽ അടുത്ത ലിങ്ക് എനിക്ക് അയച്ചു തരാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഏലിയാവ് വിശ്വസിച്ചു. ഇന്ന് രാത്രി പറ, കുഞ്ഞേ, നീ കാണാത്ത ചില ലിങ്കുകൾ ദൈവം നിനക്ക് വേണ്ടി തരാൻ. ഭാരപ്പെട്ട ദൈവദാസനെ, ഭാരപ്പെട്ട ദൈവദാസനെ, ഭാരപ്പെട്ട ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഭാരപ്പെടണ്ട. ആമേൻ. ഒരു കെരീത്താണാൽ നീ ഭാരപ്പെടണ്ട. നിന്റെ തൊണ്ട വരളാൽ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇനിയും കമ്പിവാചകം പോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാനും പഠിക്കാനും കഴിയുന്ന തരത്തിൽ ചില ചിന്തകൾ കൂടെ പകർന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എഫെസോസ് സഭയുടെ മുഖച്ഛായ അങ്ങ് മാറി. ഇതുവരെ അർത്തമീസ് ദേവി അതിൻ്റെ സകല അതോറിറ്റികളും ഈ സഭയുടെ മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, ആമേൻ, ഇത് ഒരുമിച്ച് എഴുതിയിട്ട് അയക്കുമ്പോൾ ഈ അർത്തമീസ് ദേവിയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുകൊണ്ട് പറയുക, നിങ്ങളാരും ഒരു ചുറ്റിക എടുത്തിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഒരു തിരുവചനം ഇരുന്നു. നിങ്ങൾക്കറിയാമോന്ന് എനിക്ക് അറിയത്തില്ല. സുവിശേഷ വിരോധികൾ അതെടുത്ത് കത്തിച്ച് കളഞ്ഞു. ഒരു ക്രൈസ്തവനും പ്രതിഷേധം അറിയിച്ചില്ല. കാരണം അതൊരു കോപ്പി ആയതുകൊണ്ടാണ്.
അതിൻ്റെ ഒറിജിനൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാ. എൻ്റെ വചനം ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് പാഞ്ഞു ചെന്ന് അതിനെ വിടുവിക്കാൻ ശക്തിയുള്ള വചനത്തിന്റെ ഒരു കോപ്പി ഒരു മനുഷ്യരെടുത്ത് എറിഞ്ഞാൽ ആരും പ്രതികരിക്കത്തില്ല. കാരണം വചനം ജീവിക്കുന്നു, ശക്തിയുള്ള വചനം. എന്റെ വചനം ആമേൻ ഹല്ലേലൂയ ആമേൻ പാറകളെ തകർക്കുന്ന ചുറ്റിക പോലെയാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യ മഹാരാജ്യമേ, കേരളമേ, ഈ വചനത്താൽ ഉള്ളതായിരിക്കുന്ന ഒരു വലിയ ഉണർവ് ഈ ദേശത്ത് പടർന്നു വന്നിരിക്കും. ആ ഉണർവിന്റെ ഭാഗവാക്കായി തീരാനാണ് നിങ്ങളെയൊക്കെ ദൈവം കണ്ടത്. മനസ്സിലായോ? കാരണം രണ്ടാം ലോകമഹായുദ്ധം പോലെ ഒരു യുദ്ധം നമ്മുടെ കണ്ണുമുമ്പിൽ നടക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏകോപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൈന റഷ്യ കൂട്ടുകെട്ടുകൾ, പ്രൈസ് ദി ലോർഡ്, നോർത്ത് കൊറിയ കൂട്ടുകെട്ടുകൾ വിരോധമായി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സഖ്യകക്ഷികൾ പലയിടങ്ങളിലും യുദ്ധത്തിൻ്റെ പേരുകൾ മുഴക്കിക്കൊണ്ടിരിക്കുക. ആളുകൾക്കറിയാം, നീണ്ടുപോയാൽ ഒന്നാം ലോകമഹായുദ്ധം പോലെ, രണ്ടാം ലോകമഹായുദ്ധം പോലെ പാവപ്പെട്ട ചിലർ മരിക്കുകയെന്നല്ലാതെ കാര്യമായ പ്രയോജനം ഉണ്ടാകത്തില്ലെന്നറിയാമെന്ന ലോകരാഷ്ട്രങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില യുദ്ധമുറകൾ പ്രയോഗിക്കാൻ സാധ്യതകളെ ഞാൻ തള്ളിക്കളയുന്നില്ല. എൻ്റെ വാത്സല്യ കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഈറ്റുനോവിൻ്റെ ആരംഭമല്ലേ? നമുക്കിനി എന്ന് ഉണരാനാ? എഫെസോ സഭയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റിയത് യൂറോപ്പിൽ നിന്ന് യൂറോ വന്നതുകൊണ്ടല്ല, അമേരിക്കയിൽ നിന്ന് ഡോളർ വന്നതുകൊണ്ടല്ല, കാനഡയിൽ നിന്ന് കാനഡിയൻ ഡോളർ വന്നതുകൊണ്ടല്ല. പിന്നെന്താ അറിയാമോ? അതിനകത്തിരുന്ന ജനം ആത്മാവിൽ ബലപ്പെട്ടത് കൊണ്ടാണ്. ഒന്ന് പറഞ്ഞേ എന്താ എഫെസോസ് പട്ടണത്തെ ഇളക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും ഭാഗ്യ അമേരിക്കയിൽ നിന്ന് ആരെങ്കിലും മിഷണറി വന്നോ? കൊറിയയിൽ നിന്ന് മിഷണറി വന്നോ? ഏതെങ്കിലും പ്രവാചകന്മാർ എന്ന് പറഞ്ഞോ? കർത്താവിൻ്റെ സ്തോത്രം. 5-ാം മാസം നിന്റെ ബന്ധനവും 7-ാം മാസം ഞാൻ അഴിക്കുകയും ചെയ്ത ദൈവമാണെന്ന് ഏതെങ്കിലും പ്രവാചകൻ ചെന്ന് പറഞ്ഞു? ഇങ്ങനെ വില കുറഞ്ഞ പ്രവചനം ആരെങ്കിലും പറഞ്ഞോ അവിടെ ചെന്ന്? പ്രൈസ് ദി ലോർഡ്. സഭ ആത്മാവിൽ ബലപ്പെടുമ്പോ, പ്രൈസ് ദി ലോർഡ്, യഹോവ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ, യഹോവ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമ്പോൾ, കുഞ്ഞെ, നീ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതും ദൈവത്തിന് വിഷയമല്ല. നിന്റെ മാതാപിതാക്കന്മാരുടെ തൊഴിൽ ദൈവത്തിന് വിഷയമല്ല. ആമേൻ ഹല്ലേലൂയ. കിളയ്ക്കാൻ പാടത്തുപോയ ഒരുത്തൻ ആമേൻ ക്ഷീണിതനായി കടന്നു വന്നപ്പോൾ, ക്രൂശിന്റെ ഒരു അറ്റം ചുമന്നപ്പോൾ, ലോകം ഇന്ന് അറിയപ്പെടുന്ന ആമേൻ അലക്സാണ്ടറിന്റെയും രൂഫസിന്റെയും അപ്പൻ എന്ന് ശീമോനെ വിളിച്ചു കൊടുക്കാൻ വേണം. ഹല്ലേലൂയ. അന്നത്തെ യഹൂദ പ്രമാണികൾക്ക് കഴിഞ്ഞില്ല. യഹൂദ പ്രമാണികളുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ശീമോന്റെ പേര് തമ്പുരാൻ മറന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ അവൻ മറന്നില്ല. പരിമള തൈലം കാലിന്മേൽ പൂശിതായിരിക്കുന്ന പാപിനിയായ സ്ത്രീയുടെ ആമേൻ സംഭവം തമ്പുരാൻ വിസ്മരിച്ചില്ല. അത് പുസ്തകത്തിൽ എഴുതി ചേർത്തെങ്കിൽ ഇന്ന് രാത്രി തങ്ക ലിപികളിൽ നിങ്ങളുടെ പേരുകൾ എഴുതി ചേർക്കാൻ, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ ചിലത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ 12 വർഷം രക്തസ്രവമുള്ളതായിരിക്കുന്ന സഹോദരി അടുക്കൽ ചെന്നപ്പോൾ അവിടെ വിശ്വാസം കൊണ്ട് കർത്താവ് പോലും അറിയാതെ കർത്താവിൽ അതോറിറ്റി പുറപ്പെട്ടു. എന്തോ പുറപ്പെട്ടു? പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ശക്തി പുറപ്പെടുന്ന അതോറിറ്റി പുറപ്പെട്ടു. എന്താണെന്നറിയാമോ? 12 വർഷമായി അനുഭവിക്കുന്ന പീഡകൾക്ക് അന്ന് തമ്പുരാൻ പറയുന്നു, നിന്റെ പീഡകൾക്ക് ഇന്ന് അവസാനം. നീ ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട, നീ ഓലോല കണ്ണുനീരൊഴിക്കണ്ട. നിന്റെ സൃഷ്ടിതാവ് നിനക്ക് മറവായിരിക്കുന്നില്ല. നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ സഭയുടെ സ്ഥിതി മാറ്റണമെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ സ്ഥിതി മാറ്റണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളിൽ ഒരു ആത്മപ്രവൃത്തി ആരംഭിക്കട്ടെ.
ഇനി നിങ്ങളുടെയൊക്കെ പഠനത്തിന് വേണ്ടി ഞാൻ ചില വാക്കുകളോട് പറഞ്ഞിട്ട് ഞാൻ ഇരിപ്പാൻ. എഫെസോസ് സഭയുടെ സ്ഥിതി നിങ്ങൾ 19-ാം അധ്യായം ഒന്ന് വായിക്കണം. എഫെസോസ് സഭയുടെ സ്ഥിതി മാറ്റിയത് ഭാഗ്യശക്തികളല്ല. അകത്തിരുന്നവൻ ഗുണപ്പെട്ടപ്പോൾ, അകത്തിരുന്നവൻ ആത്മാവിലായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, തമ്പുരാൻ സ്ഥിതിക്ക് മാറ്റം വരുത്തി. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു അധ്യായമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. 47-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം, അളക്കുന്ന ഒരുത്തൻ അളവുനൂലുകൾ കൊണ്ട് ഇറങ്ങുക. 1000 മുഴം അളന്നു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എവിടെ വരെയായി? നരിയാണിയോളമായി. 1000 മുഴം അളന്നു, മുട്ടോളമായി. 1000 മുഴം അളന്നു, അരയോളമായി. പിന്നെയും 1000 മുഴം അളന്നു. അത് നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത പ്രവാഹത്തിൽ കൂടെ എന്നെ നടത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, എൻ്റെ സങ്കല്പത്തിൽ, എൻ്റെ ആശയത്തിൽ ഞാൻ പറയുക, പ്രൈസ് ദി ലോർഡ്, നമ്മളിലുള്ള നല്ലൊരു ശതമാനം ആളുകളും വെള്ളത്തിൽ കാല് വെക്കുക. എന്താണെന്നറിയാമോ? കലുങ്കയിലിരുന്ന് തോട്ടിലകത്ത് കാല് വെക്കുന്ന പോലെ. കലുങ്കയിലിരുന്നിട്ട് വെള്ളത്തിലാണോ? വെള്ളത്തില. ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറപ്പില്ല. ഇതുപോലെ കലുങ്കയിലിരുന്നുകൊണ്ട് കാല് വെള്ളത്തിലിട്ട് ആട്ടുന്നത് പോലെയുള്ള പരിപാടി നിർത്തിയിട്ട് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? അതിനിത്തിരി ബുദ്ധിമുട്ട്. 1000 മുഴന്റെ വിശദീകരണം ഒത്തിരി ഉണ്ട്, നിങ്ങളത് പഠിച്ചാൽ മതി. നോക്കണേ, അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ആമേൻ. 4000 മുഴം അളന്നു കഴിഞ്ഞപ്പോൾ ആമേൻ, യഹോവയുടെ ദൂതൻ യെഹെസ്കേൽ പ്രവാചകനോട് പറയാ, കേരള കരയ്ക്ക് നീന്തിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത പ്രവാഹത്തിൽ നിന്നും കരയ്ക്ക് കയറ്റിയിട്ട് നീ നടന്ന് നീങ്ങിയതായിരിക്കുന്ന ഈ നദിയുടെ അപ്പുറവും ഇപ്പുറവും നീ നോക്ക്. ഇതാ വൃക്ഷങ്ങളിൽ ആമേൻ കിളിച്ചു നിൽക്കുന്നു, ഫലമുള്ള വൃക്ഷങ്ങൾ കിളിച്ചു നിൽക്കുന്നു. നീ ഇതിനെ കണ്ടിട്ടില്ലാത്ത, നീ കഷ്ടത അനുഭവിച്ച് നടന്നു നീങ്ങിയ ആത്മമേഖലകളിൽ നീ അറിയാതെ, നീ അറിയാതെ സകല രോഗത്തിനും സൗഖ്യം വരത്തക്ക രീതിയിൽ വൃക്ഷങ്ങളെ കൊണ്ട് നിറയുക. നിന്നോ? നിങ്ങളെ പഠനത്തിന് വേണ്ടി ഞാൻ പറയുക, നിങ്ങൾ പഠിക്കണം. കർത്താവിന് സ്തോത്രം. വേദപുസ്തകത്തിൽ കാണുന്ന നദിയിൽ പോയി കടലിൽ പോയി പതിച്ചെന്ന കർത്താവിന് സ്തോത്രം. ഈ നദി പിന്നീട്, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും വെള്ളം കണ്ടിട്ടില്ലാത്ത മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു. മനസ്സിലായോ? മരുഭൂമിയിൽ കൂടെ നിങ്ങളെ കൊണ്ട് സംഭവിപ്പിക്കാൻ പോവുക, ദിവദാസന്മാരെ കൊണ്ട് സംഭവിക്കാൻ പോവുക. ഊഷരഭൂമിയിൽ നിന്നും ഒരിക്കലും വിശ്വാസത്തിൽ വരത്തില്ലെന്നും വരൾച്ചയാകുന്നെന്നും നിങ്ങൾ വിധിയെടുത്ത ഭവനങ്ങളുടെ ആ ഡെസേർട്ട്, ആ വിൽഡർനെസ്, ആ മരുഭൂമിയെ അതിൽ കൂടെ നനവുള്ളതാക്കി മാറ്റാനിടയാകുന്നു. തീർന്നില്ല. അതിനുശേഷം ഈ നദി ചെന്ന് എവിടെന്നറിയാമോ? ഇതുവരെ ഒരിക്കലും അനങ്ങാൻ പാറയായി കിടന്നതായിരിക്കുന്ന ഡെഡ് സീയിലേക്ക് ചെന്ന് പതിച്ചു. അവിടെ ഒരിക്കലും ഒരു ജന്തു പോലും ജീവിക്കാൻ സാധ്യതയില്ലാത്ത ഈ ഡെഡ് സീയിലെ ദൈവം തമ്പുരാൻ മാറ്റിയിട്ട് പറയാ, വല വീശുന്ന മീൻപിടുത്തക്കാരെ ഡെഡ് സീ ദൈവമാക്കി. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലായ ദൈവമക്കൾ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചാവുകടലിലേക്ക് ഈ നദി ചെന്നിട്ട് ഈ ചാവുകടലിനെ ദൈവമേ തട്ടി ഉണർത്തി, ചാവുകടലേ നീ ഇനി അനങ്ങാൻ പാറ പോലെ കിടക്കരുത്, ഞാൻ നിന്നെ തട്ടി ഉണർത്തി. ഇതുവരെ വല വീശിയിട്ടില്ല, ഒരു കൊച്ചുമീന് പോലും വന്നിട്ടില്ലാത്ത ഇതിനകത്ത് മത്സ്യപ്പിടുത്തക്കാർ, അവിടെ മത്സ്യത്തിൻ്റെ പിടുത്തക്കാർ ഇറങ്ങി വല വീശത്തക്ക വെണ്ണം, ചൂണ്ടയിടുകയല്ല, വല വീശത്തക്ക വെണ്ണം ആമേൻ ചാവുകടലിന്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി ചെയ്തെടുക്കാൻ തമ്പുരാനുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് രാത്രി എന്നിൽ ഒരു ആത്മപ്രവൃത്തി നടക്കണം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒന്ന് കർത്താവിന് കരങ്ങളെടുത്തുനിന്ന് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ അടിച്ചങ്ങോട്ട് സ്തോത്രം ചെയ്ത് തുടങ്ങുന്നേ.
കാഹളം പോലെ ശബ്ദത്തെ ഉയർത്തുക. കാഹളം പോലെ ശബ്ദത്തെ ഉയർത്തുക. നിന്റെ അഭിഷിക്തൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആരൊതുക്കി വെച്ചാലും തമ്പുരാൻ ഇന്ന് രാത്രി അത് പുറത്തെടുക്കും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശമൂവേലിനോട് പറഞ്ഞ് ഇശ്ശായുടെ ഭവനത്തിലേക്ക് ചെല്ല്, എനിക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. എനിക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാനുണ്ട്. ശമൂവേൽ ചെന്ന് ഇശ്ശായിയെ വിളിച്ചു, നിന്റെ തലമുറകളെ മുഴുവനും മാറ്റി നിർത്ത്, ഇവനിൽ ഒരുവനെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വന്നിരിക്കുക. ഞാൻ ആ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ഈ ശമൂവേലിൻ്റെ ഇവിടെ എളിയെ വെക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് വിയാൽ എന്തായാലും വിയാൽ VIAL വിയാൽ അവിടെ ഇരിക്കുന്നത്, ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് തൈലപാത്രം എന്നാണ് മലയാളത്തിൽ ഇരിക്കുന്നതെങ്കിലും വിയാൽ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ മരുന്നിൻ്റെയൊക്കെ സാമ്പിൾ കിട്ടുന്നൊരു കുപ്പിയുണ്ടല്ലോ, ആ കുപ്പി, അതിൻ്റെ വിയാൽ എന്ന് പറയുന്നത്. ഈ വിയാലിനകത്ത് അല്പ എണ്ണയെടുത്ത് എളിയിൽ തിരികിക്കൊണ്ട് പോവുക ഒരുത്തിനെ അഭിഷേകം ചെയ്യാൻ. അവിടെ ഇരിക്കുന്നത് എങ്ങനെയാ? ആമേൻ. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വിയാൽ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിന്നിലൊരു അഭിഷേകം, സഹോദരന്മാരെ, നിന്നിലൊരു അഭിഷിക്തം ഉറങ്ങിക്കിടക്കുന്നെങ്കിൽ, എൻ്റെ സഹോദരി നിങ്ങളിലൊരു അഭിഷിക്തം ഉറങ്ങിക്കിടക്കുന്നെങ്കിൽ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആരൊക്കെ ഒതുക്കി വെച്ചെങ്കിലും നിങ്ങളിപ്പോൾ ഭാരപ്പെടേണ്ട, അത് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരാൻ പോവുക. ശമൂവേലിന് ശക്തമായ വെളിപ്പാടില്ലാത്തത് കൊണ്ട് 7 പുത്രന്മാരെയും ശുദ്ധീകരിച്ചു മാറ്റി നിർത്തി. റെക്കമെൻഡ് ചെയ്യാൻ ഇശ്ശായി കൂടെയുണ്ട്. ആദ്യത്തെ അവനോട് പറഞ്ഞു ഇവനാ മിടുക്കൻ. തമ്പുരാൻ പറഞ്ഞു ഇവനെ തമ്പുരാൻ തള്ളി. എല്ലാവരെയും ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുക. ഗുണപ്പെട്ടതൊന്നും അല്ല, ഇതിലേക്ക് വേണ്ടി ഒരു രാജാഭിഷേകത്തിന് വേണ്ടി ഒന്ന് ശുദ്ധീകരിച്ച് നിർത്തിയിരിക്കുക. നമ്മളൊക്കെ കർത്തൃമേശയ്ക്ക് ഒരുങ്ങുന്നത് പോലെ. ശരിക്കും ഗുണപ്പെട്ടതല്ല എങ്കിലും ഇപ്പം ഇതിനു വേണ്ടി ഒന്ന് ശുദ്ധീകരിച്ച് വെച്ചേക്കുക. എല്ലാത്തിനെയും കഴിഞ്ഞപ്പോൾ ശമൂവേൽ ചോദിച്ചു, ഇനിയും ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരുത്തനുണ്ട്, അവൻ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. അവനോട് പോയിരിക്കുക, ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വന്നിട്ടല്ലാതെ ഈ പന്തിഭോജനം ഇവിടെ നടക്കത്തില്ല കേട്ടോ. ഈ വിരുന്നശാല ഇവിടെ ഒരുക്കപ്പെടത്തില്ല. ശമൂവേലിന് മുമ്പാകെ ദാവീദിനെ നിർത്തി. നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ശമൂവേൽ ദാവീദിനെ ശുദ്ധീകരിച്ചില്ല. മനസ്സിലായോ എന്ന്? ശമൂവേൽ ദാവീദിനെ ശുദ്ധീകരിച്ചില്ല. എന്താ? അവൻ ശുദ്ധീകരിക്കപ്പെട്ട അഭിഷിക്തനാ. അവൻ വിശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യനാ. തൽക്കാലത്തേക്ക് പലരെ വിശുദ്ധീകരിച്ച് മുൻനിരയിൽ നിർത്തിയാലും തമ്പുരാൻ തള്ളിക്കളഞ്ഞാൽ എന്തേക്കും അഭിഷിക്തനായി വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ ആ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് കരങ്ങളെടുത്ത് സ്വീകരിച്ചാട്ടെ. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന, എന്നെ ഒറ്റപ്പെടുത്തിയ, എന്നെ തിരസ്കരിച്ച, എനിക്ക് വേദി കിട്ടാത്ത, എന്നെ ആരും അംഗീകരിക്കാത്ത, എന്നെ ആരും മനസ്സിലാക്കാത്ത ഒരു മേഖലയാണെങ്കിൽ പലരെയും വിശുദ്ധീകരിച്ച് തൽക്കാലത്തെ കൊണ്ടു നിർത്തിയെങ്കിൽ, അവിടെ ദൈവം പ്രസാദിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ശുദ്ധീകരിക്കപ്പെട്ട, എന്തേക്ക് ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇതാ കിടക്കുന്നു. അവരെ എന്റെ അരികിൽ കൊണ്ടുവരാൻ നീ കടുംപിടുത്തം ചെയ്യല്ലേ, നീ മസിൽ പിടിക്കല്ലേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് നീ ഇടർച്ചയായി നിൽക്കല്ലേ, ഉടക്കി നിൽക്കല്ലേ.
എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിന്നിൽ വെളിപ്പെടാൻ ചില തേജസ് ഉണ്ട്, നിന്നിൽ പുറത്തു കൊണ്ടുവരാൻ ചില തേജസ് ഉണ്ട്, നിന്നിൽ പ്രകടമായി ചില വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ നിന്റെ ഭാവിയെ അടച്ചു കളഞ്ഞ നിന്റെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ, ജാഗരിക്കാൻ സമ്മതിക്കാതെ അപാരീകടകതിനെ ഒതുക്കി നിർത്തിയ ചില അർത്തമീസ് ദേവിയുടെ സകല അന്ധകാര ശക്തികളെയും വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വേപ്പിച്ച് കാൽവരി ക്രൂശിനുമേൽ ജയഘോഷം കൊണ്ട് ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരാത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞേ, ഇന്ന് രാത്രി സ്ഥിതിയെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. All principalities, all authorities, നിന്നെ അടക്കം ചെയ്ത് നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്ന എല്ലാ പ്രിൻസിപ്പാലിറ്റീസിന്റെ മേലും എല്ലാ അതോറിറ്റിയുടെ മേലും അവൻ ആയുധവർഗം ജയിപ്പിക്കുന്നു. തലമുറയുടെ മേൽ ഇന്ന് രാത്രി ആത്മശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം അതുപോലെ സംഭവിക്കും. 12 സംവത്സരമായ രക്തസ്രവമുള്ളവൾ ദൈവത്തിന്റെ അതോറിറ്റി അവിടെ മേൽ പ്രവഹിച്ചപ്പോൾ ഏത് അതോറിറ്റി അവളെ രക്തസ്രവമുള്ളവളാക്കി മാറ്റിയോ ആ അതോറിറ്റിയെ തമ്പുരാൻ ഡിസാർമേൽ ചെയ്തു. അവന്റെ ആയുധത്തെ തമ്പുരാൻ നശിപ്പിച്ചു കളഞ്ഞു. പറഞ്ഞാട്ടെ ദൈവമക്കൾ, എന്നെ രോഗക്കിടക്കയിലാക്കി, എന്നെ വ്യാകുലമാക്കി, കടഭാരങ്ങളാൽ, ബുദ്ധിമുട്ടിനാൽ, തകർച്ചയിൽ ആത്മഹത്യ ചെയ്ത കൊള്ളാമെന്നെ പ്രേരിപ്പിക്കുന്ന ചില അതോറിറ്റിയുടെ ശക്തിയെ ഇന്ന് രാത്രി തമ്പുരാൻ ആ കാൽവരി ക്രൂശിന്റെ മേൽ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവമായി തീർന്നോടാൻ. പോരാ, ഈ സ്തോത്രം പോരാ. ഈ പന്തൽ ഇന്ന് രാത്രി ഇളകണം. ഇപ്പോൾ 150 160 ദൈവദാസന്മാരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കർത്താവിന് വരവ് താമസിച്ചാൽ അത് 300 ആകണം. കണക്കിട്ട് കണക്കെഴുതി വെച്ച് പ്രാർത്ഥിക്ക്. 300 ആക്കി വർദ്ധിപ്പിക്കണം. തമ്പുരാനത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമ്പുരാനെ കൊണ്ട് കഴിയും എഫെസോസ് പട്ടണത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ, ഫിലിപ്പിയ പട്ടണ സ്ഥിതിയെ മാറ്റാൻ ഒരു ലുതിയായ ദൈവത്തിന് മതിയായിരുന്നെങ്കിൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എഫെസോസ് പട്ടണത്തെ ഇളക്കാൻ 12 ശിഷ്യന്മാരുടെ മേൽ വ്യാപരിച്ചിരുന്ന ശക്തി മതിയായിരുന്നെങ്കിൽ കുഞ്ഞെ, നിങ്ങൾ ഇപ്പോൾ 2000 3000 4000 ഇത്ര അതിൽ കൂടുതൽ കണ്ടേക്കാം. എന്തിനായാലും നിങ്ങളെ കൊണ്ട് ദൈവത്തിന് മഹാത്ഭുതങ്ങൾ ചെയ്യിക്കാൻ ഈ പട്ടണത്തിലുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രി തകർന്ന ഹൃദയവുമായി വന്നവർ തകർന്ന ഹൃദയവുമായി മടങ്ങിപ്പോകല്ലേ. നിരാശയോടെ വന്നവർ നിരാശയോടെ മടങ്ങല്ലേ. തമ്പുരാൻ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ചില ചാവ് കടലുകളെ അവൻ ഇളക്കി മറിക്കാൻ പോകുന്നു. ഒരു ജീവി പോലും വസിക്കത്തില്ലെന്ന് എഴുതി ചേർത്തിരിക്കുന്ന ചാവ് കടലിന്റെ മേൽ വലയിറക്കാൻ പരുവത്തിൽ മത്സ്യ കൂമ്പാരത്തെ കൊണ്ട് നിറയ്ക്കാൻ ഈ ദൈവത്തിന് കഴിയുമെങ്കിൽ അതങ്ങനെ സംഭവിക്കും. എല്ലാവരും കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. എനിക്ക് ഈ സ്ഥിതിയിലിരുന്നാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു രഹബോത്ത് വേണം. അവൻ എൻ്റെ കാലെടുത്ത് വെച്ച് എന്നെ വിശാലതയിലേക്ക് നടത്തുമെന്ന് പറഞ്ഞ് ഇസഹാക്ക് ആ സ്ഥലത്തിന് രഹബോത്ത് എന്ന് പേരിട്ടതുപോലെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഈ അതിര് പോരാ. എൻ്റെ അതിരുകളെ നീ വിശാലമാക്കണം. നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണം. അനർത്ഥം വ്യസന കാരണമാകാത്തവണ്ണം എന്നെ സൂക്ഷിക്കണമെന്ന് എബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ദൈവദാസിമാരുണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ടെ. നിങ്ങളെ ഒരു പ്രത്യേക നിലകളിലേക്ക് നടത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ്. താല്പര്യമുള്ളവർ, നിർബന്ധത്താലല്ല. അങ്ങനെ എനിക്ക് ശുശ്രൂഷയുടെ മേഖലകളിൽ എനിക്കൊരു പുതിയ മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് കടന്നു വന്നാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവസഭയിൽ ശുശ്രൂഷയിൽ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നലെ വരെയുള്ള ശൂന്യതകളിൽ നിന്ന് ഒരു അഭിഷേകത്തിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ അഭിഷേകന്മാർ സ്വസ്ഥാനങ്ങളെ വിട്ട് വേഗത്തിൽ വേദിയുടെ മുൻഭാഗത്തേക്ക് വന്നാലും, ദൈവദാസിമാർ മുൻപോട്ട് വന്നാലും, ഈ മഹായോഗം കഴിയുമ്പോൾ അനന്തരമായ നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം വെളിപ്പെടത്തക്ക വിധത്തിൽ, ആത്മപകർച്ചകൾ സംഭവിക്കത്തക്ക വിധത്തിൽ, അത്ഭുതങ്ങൾ നടക്കത്തക്ക വിധത്തിൽ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ദൈവദാസിമാർ പ്രാർത്ഥനയ്ക്കായി വേഗത്തിൽ മുൻപോട്ട് വരിക. തോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കണതാ. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. ഓ ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിക്കുവാൻ. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ. സൈന്യത്താലല്ല, ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാ എല്ലാ കരങ്ങളും അടിച്ച്. സൈന്യത്താലയല്ല, ശക്തിയാലയല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലേ. ഓ ആത്മാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ ആത്മാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തു നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഓ അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ ബുദ്ധിക്കതീതമാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു.
ബുദ്ധിക്കതീതമഹത്തിൽ ഭുജങ്ങളാൽ എന്റെ ദൈവം എന്നെ ശക്തിയോടെ സാധ്യമേ അർത്ഥമരം ശിഖരത്തിൽ